എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ സ്മൃതി പരുത്തിക്കാടിന് പിണറായി വിജയനോട് എന്തോ ഒരു മുൻജന്മ ദേഷ്യമുണ്ട്, ഒരു പകയുണ്ട്. കേൾക്കാം. എനിക്ക് പ്രോഗ്രസ് കാർഡിലെ റിപ്പോർട്ടൊന്നും പറയണ്ട. എനിക്ക് സ്മൃതി പറഞ്ഞ കാര്യത്തിൽ രണ്ട് ക്ലാരിറ്റി വേണം. ഒന്ന്, യൂട്യൂബിലെ വ്ളോഗറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ലീക്ക് ചെയ്തു എന്നുള്ള ആക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുകയാണോ സ്മൃതി ഇപ്പോഴും? PR വർക്കായിരുന്നു എന്നുള്ളത് എന്താണ് ലീക്ക് ആയതല്ലേ ഇത്? സ്മൃതിയുടെ ഡിബേറ്റിൽ ലീക്ക് ആയതാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണോ സ്മൃതി ഇപ്പോഴും? ലീക്കായതല്ലേ? ലീക്കായതായാലും ലീക്കാക്കിയതായാലും എങ്ങനെയായാലും പറഞ്ഞു കൊടുത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണെന്നുള്ളത് എങ്കിൽ അങ്ങനെയല്ല. അത് പറയാം. എങ്കിൽ അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? സുഹൃത്തുക്കളെ, ഇത് ഒരു സ്മൃതി വധം എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന റിപ്പോർട്ടറിലെ ആ ഒരു അവതാരികയ്ക്ക് ഒന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭയങ്കര ദേഷ്യമാണ്, അവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധയാണ്. ആവാൻ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയം മറ്റൊക്കെ ഉണ്ടായിരിക്കണം. പക്ഷേ പട്ടാപ്പകൽ പോലെ വ്യക്തമായ ചില കാര്യങ്ങൾ അതങ്ങനെയല്ല എന്ന് കണ്ണടച്ചിട്ട് ചില പൂച്ചകൾ പാല് കുടിക്കുന്ന പോലൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവരൊരു മാധ്യമ പ്രവർത്തകയല്ലേ? ഒന്നുമില്ലെങ്കിൽ ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന പരിപാടികൾ ചെയ്യട്ടെ. ഇതിൽ പരാമർശിക്കുന്ന കാര്യം എന്തെന്ന് ഒന്ന് ആദ്യം കാണിച്ചു തരാം. ഇതാണ്. ഞാൻ പറയും, എനിക്കൊരു പോഡ്കാസ്റ്റ് എടുക്കണം ആഗ്രഹമുണ്ട്. അത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് കണക്ക് കൊടുക്കുമെന്ന് പറയുമെന്ന് ചോദിക്കും. എന്റെ സാറ് പറയാ, കണക്ക് പുറത്തൊക്കെ പണ്ടല്ലേ, ഇപ്പൊ കേറി വാറ മക്കളെയാണ് നീ ആകെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര സിമ്പിൾ പറയാൻ പറ്റുമോ? വയറിനാവും കൊട്ടല ഇവിടെ പറഞ്ഞാൽ മതി. കൊട്ടലല്ലേ, കണക്ക് പുറത്തൊക്കെ പണ്ടല്ലേ. അത് ഗംഭീരമായിട്ട് അത് ചെയ്തു. ആ മനുഷ്യൻ ചെയ്തു, തയ്യാറായി. പിണറായി വിജയൻ തയ്യാറായിരുന്നു. നമസ്കാരം, ഞാൻ സുജിത്ത് ഭക്തൻ. എനിക്ക് ചാറ്റ് വിത്ത് ഭക്തൻ എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. എനിക്ക് താങ്കളുമായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു പേടിയുണ്ട്, കണക്ക് പുറത്തുനിന്ന് പറയുമോ എന്നുള്ളതാണ് എന്റെ പേടി. ആ പേടി മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഗോഡ് ഫാദർ പറഞ്ഞ കാര്യമാണ്. കേരിവാണ മക്കളെ. നോക്കൂ, സുജിത്ത് ഭക്തൻ പറഞ്ഞത് മാത്രമല്ല, സുജിത്ത് ഭക്തൻ എന്താണോ പറഞ്ഞു കൊടുത്തത് അതിനേക്കാൾ അപ്പുറമാണ് പിണറായി വിജയൻ അവിടെ പറഞ്ഞത്. ഇത് രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുജിത്ത് ഭക്തൻ ഈ ഒരു റീൽ ഇടുക മാത്രമല്ല, ആ റീലിന്റെ അവസാനം ഇത് ഞാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു മുഖ്യമന്ത്രിയോട് പറഞ്ഞു ചെയ്യിച്ചതാണ് എന്ന് പറയുന്ന ഇതുകൂടി ഒപ്പം ഇട്ടു. എന്താ പ്രശ്നം? മുമ്പ് തന്നെ പറയുന്നു, നമുക്കൊരു റീൽ എടുക്കാം, ഇങ്ങനെയാണ് റീൽ എടുക്കുന്നത്, അത് രസമായിരിക്കും, വൈറലാവും. കാരണം ഇതേ അങ്ങനത്തെ ഒരു മേഖലയിലാണ് സുജിത്ത് ഭക്തൻ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മനസ്സിലാക്കി, അദ്ദേഹത്തിന്റെ രീതികൾ മനസ്സിലാക്കി പിണറായി വിജയൻ ഒരു മടിയും കൂടാതെ ഓക്കെ എന്ന് പറയുകയാണ്. ആ ഓക്കെ എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു റീല് പുറത്തു വന്നത്. പക്ഷേ സ്മൃതിക്ക് ഇപ്പോഴും അത് ഇപ്പോഴും വെളിവായിട്ടില്ല. ഒന്ന് കേട്ടോക്കാം. വായിക്കാം. ആ യൂട്യൂബ് വ്ളോഗറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ക്ഷമയോടെ കേൾക്കൂ. മാന്യമായ സംവാദം കേൾക്കാനും നമ്മൾ പറയാനും സമയം കൊടുക്കൂ. ആ യൂട്യൂബ് വ്ളോഗറുടെ ആ കമന്റാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ താങ്കൾ പറഞ്ഞ ലീക്കാക്കി അല്ലെങ്കിൽ ലീക്കായി എന്ന് പറഞ്ഞ കാര്യം, ആ ക്ലിപ്പ് ഞാൻ എന്റെ ചാനലിൽ തന്നെ ഇട്ട വീഡിയോയിൽ നിന്നുള്ള ഭാഗമാണ്. ഇത് മുഖ്യമന്ത്രിയെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചത് തന്നെയാണ്. അത് മുഖ്യമന്ത്രിയുടെ പോഡ്കാസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. വീഡിയോയുടെ അവസാനത്തെ 1 മിനിറ്റ് കണ്ടു നോക്കുക. എന്റെ പോഡ്കാസ്റ്റിൽ അദ്ദേഹം എന്നോട് അത്രയധികം കംഫർട്ടബിൾ ആയതുകൊണ്ട് മാത്രമാണ് റീലൊക്കെ ചെയ്യാൻ സഹകരിച്ചതെന്ന് വിശ്വസിക്കുന്നു. സുഹൃത്ത് നോക്കി അദ്ദേഹത്തെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്ന പേരുകളും മറ്റും പറഞ്ഞതും അതുകൊണ്ട് മാത്രമാണ്. ഒരു നിമിഷം നോക്കൂ, PR വർക്ക് എന്ന് പറയുന്നവരോട് ഒരു വാക്ക്, അതായത് സ്മൃതി അടക്കമുള്ളവരോട്, എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആളുകളുടെ ഒപ്പവും ഞാൻ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പിണറായി വിജയൻ മാത്രമല്ല, VD സതീശനും രാജീവ് ചന്ദ്രശേഖരും ഉണ്ട്. അപ്പോ ലീക്കായി എന്ന് പറഞ്ഞ ആരോപണം അവിടെ ലീക്കായതല്ല എങ്കിലും അതിന്റെ ഭാഗമായതാണെങ്കിലും അത് മുഖ്യമന്ത്രിയിൽ നിന്ന് സ്വാഭാവികമായി വന്ന ഒരു പ്രതികരണമല്ല, അദ്ദേഹം പറഞ്ഞു കൊടുത്ത് വന്ന ഒരു പ്രതികരണമാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് അങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു സംശയമില്ല. പറഞ്ഞു കൊടുത്ത് തന്നെ ചെയ്താണ്. ഇത് റീല് മേക്ക് എന്ന് പറഞ്ഞ പരിപാടിയാണ്. സ്മൃതി എന്ന് പറയുന്ന ഈ ഒരു വാർത്ത അവതാരികയ്ക്ക് ഇതൊന്നും അറിയാത്തതല്ല. പക്ഷേ ചില കാര്യങ്ങള് ചില സമയത്ത് അറിയില്ല എന്ന് തന്നെ ഇവർക്ക് നടിക്കണം എന്നുള്ളൊരു വാശി ഉണ്ടെന്ന് തോന്നുന്നു. അതിഭീകരവും വളരെ വൃത്തികെട്ടതുമായിട്ടുള്ളൊരു വാശി എന്നാണ് എനിക്കതിനെ വിളിക്കാൻ തോന്നുന്നു കേട്ടോ. സ്മൃതിയുടെ ഈ ഒരു നിലപാടിനെ ഏറ്റവും വൃത്തികെട്ട നിലപാട് എന്നല്ല എന്ത് പറയാൻ സാധിക്കും. ഏത് കുട്ടിക്കും പച്ചമലത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പിണറായി വിജയൻ അങ്ങനെ റീലും ചെയ്യുന്ന ഒരാളൊന്നല്ല, നമുക്കറിയാം, അതിന് സമയമില്ല. പക്ഷെ വളരെയധികം രസകരമായി സുജിത്ത് ഭക്തന് അദ്ദേഹം സംസാരിച്ചെന്ന് ബോധ്യമായപ്പോൾ അങ്ങോട്ട് ചോദിക്കുകയാണ്,
ചോദിച്ചു, ആ വീഡിയോ എടുത്തു, ആ വീഡിയോ വൈറലായി, അത് മുഖ്യമന്ത്രിയുടെ പേജിലുണ്ട്, സുജിത് ഭക്തന്റെ പേജിലുണ്ട്. ആ വീഡിയോയുടെ അവസാനം ഈ ചോദിക്കുന്ന ചോദ്യം കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇത് ലീക്കാവുകയല്ല ചെയ്തിട്ടുള്ളത്, ആൾറെഡി അവിടെ ഉള്ളതാണ്. ഇത് ലീക്കാക്കപ്പെടേണ്ട സാധനമൊന്നുമില്ല, മനസ്സിലായില്ലേ? എന്നിട്ടും സ്മൃതിക്ക് അത് ലീക്കായി എന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കാനാണ് താല്പര്യം. അതൊരു പ്രത്യേകതരം താല്പര്യമാണ്. ഒന്നെങ്കിൽ കോൺഗ്രസ് താല്പര്യമൊന്നോ, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ വിരുദ്ധ താല്പര്യമൊന്നോ, അല്ലെങ്കിൽ ഒരു പിണറായി വിജയൻ വിരുദ്ധ താല്പര്യമൊന്നൊക്കെ നമുക്കതിനെ വിളിക്കേണ്ടി വരും. എന്നാലും കേൾക്കാം. ആയിക്കോട്ടെ, എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ ഡോക്ടർ അരുൺ. അതായത് അതിൽ വളരെ സ്വാഭാവികമായി ചിരിച്ച് സംസാരിക്കുന്ന മുഖ്യമന്ത്രി യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ, യഥാർത്ഥത്തിലുള്ള ഗുരുതരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം മറ്റൊരു മുഖം കാണിക്കുന്നു, മാധ്യമങ്ങളോട് മറ്റു മുഖം കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഗുരുതരമായ വിഷയങ്ങൾ വരുമ്പോൾ ചിരിക്കുകയാണ് വേണ്ടത്. സ്മൃതിക്ക് ഈ പറയുന്ന വാക്കിൽ തന്നെ തെറ്റ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. കേരളവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു വിഷയമായിരുന്നു നമ്മുടെ വയനാട് ദുരന്തം എന്ന് പറയുന്നത്. ആ സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദ്യമായിട്ട് വരുന്ന സമയത്ത് ആ ഉരുൾ പൊട്ടിയില്ല, കൊള്ളാട്ട, അടിപൊളി എന്നാണോ പിണറായി വിജയൻ പറയേണ്ടത്? സ്മൃതി എന്ത് പൊട്ടത്തരമാണ് പറയുന്നത്, എന്ത് അബദ്ധമാണ് സ്മൃതി വിളിച്ചറിഞ്ഞത്? ഒന്നെങ്കിൽ ഈ പിണറായി വിരുദ്ധ തിമിരം ബാധിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു വിളിക്കാം. ലീക്കാക്കിയാലും ലീക്കായാലും അതാണ് യഥാർത്ഥ മുഖം. ഇനി എന്റെ വാർത്താ സമ്മേളനം ഇനി എന്റെ വാർത്താ സമ്മേളനം അലങ്കോലപ്പെടുത്തിയാൽ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറക്കി വിടുമെന്ന് ഒരു ചാനൽ പ്രവർത്തകനോടും ഒരു പത്രക്കാരോടും ദേശാഭിമാനിയോടും പറഞ്ഞത് പ്രതിപക്ഷ നേതാവല്ലേ? പ്രതിപക്ഷ നേതാവ് ഒരു മാധ്യമ പ്രവർത്തകനോടും ചൂടായിട്ടില്ലല്ലോ സ്മൃതി. മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നതും പ്രതിപക്ഷ കണ്ടില്ലേ? പ്രതിപക്ഷ നേതാവിനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മൃതിക്ക് പൊള്ളുന്നുണ്ട് എങ്കിൽ ഇത് പ്രതിപക്ഷ നേതാവിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി മാത്രമായിട്ട് റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനലിൽ ഇനി അതിന്റെ ഭാഗമായിട്ട് വല്ല കൊണകോലവും നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൂട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ, ഒരു കാരണവശാലും പറയാൻ കഴിയില്ല. പക്ഷേ ഇവരിങ്ങനെ പറയുന്നത് ഇനി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, ഇത് വിശ്വസിക്കാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. സുജിത് ഭക്തൻ തന്നെ സംസാരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഒരു ബിഹൈൻഡ് ദ സീൻ വീഡിയോ ലീക്കായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ കുറെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ എന്റെ വീഡിയോയിൽ തന്നെ ഞാൻ ഇട്ടുകൊടുത്ത വീഡിയോ ആണ് ലീക്കായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെടുത്ത് പ്രചരിപ്പിക്കുന്നത്. ഇച്ചിരി ഉളുപ്പുണ്ടോ? ആവശ്യം എന്റെ പോഡ്കാസ്റ്റിന്റെ അവസാന ഭാഗത്ത് 1 മിനിറ്റ് ഒന്ന് കണ്ടു നോക്കും. ഞാൻ അദ്ദേഹത്തോട് ഇപ്പൊ ചോദിക്കുന്നുണ്ട്, പോഡ്കാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു റീല് ചെയ്യാം, സഹകരിക്കാമോ? മുഖ്യമന്ത്രിയോടെയാണ്, നിങ്ങൾക്ക് അറിയാം, മുഖ്യമന്ത്രിയോടാണ് ചോദിക്കുന്നത് ഒരു റീല് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും 80 വയസ്സുള്ള ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു ഡയലോഗ് ഇട്ട് അത് വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു. ഞാനത് ഇട്ടു, അത് നല്ല രീതിയിൽ വൈറലായി. എന്നിട്ട് ഇപ്പൊ ഒരു കൂട്ടം ആൾക്കാര് ഞാനത് എന്തൊക്കെയോ ചെയ്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ബിഹൈൻഡ് ദ സീൻ വീഡിയോ ലീക്കായ കണ്ടില്ലേ? ഇത് ലീക്കായതല്ലാന്ന് സുജിത് ഭക്തൻ വന്ന് പറഞ്ഞിട്ടും സ്മൃതിയെ പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ സ്മൃതിയുടെ മനസ്സ് എവിടൊക്കെയാണ്? ഒന്നെങ്കിൽ തങ്ങളുടെ സ്മൃതിയുടെ അടുത്ത ആളുകൾക്ക് പരാജയപ്പെടുന്നു എന്നുള്ള ഭീതിയായിരിക്കാം, അല്ലെങ്കിൽ ഇത് പച്ചയ്ക്ക് പിണറായി വിരുദ്ധത മാത്രമാണ്, അതിന് തിമിരം ബാധിച്ചിരിക്കുകയാണ് ആ സ്ത്രീ എന്ന് പറയേണ്ടി വരും. എൻ്റെ സുഹൃത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊരു വൃത്തികെട്ട സ്ത്രീയാണ് ഇവർ എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലേ? ബൈ.